വയോജനങ്ങൾക്ക് സൗജന്യ ആയുർവേദ മരുന്ന് വിതരണം ചെയ്തു. പന്മന ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിവട്ടം ആയുർവേദ ആശുപത്രിയിലാണ് വയോജനങ്ങൾക്ക് സൗജന്യമായി മരുന്നുകൾ നൽകിയത്. പന്മന ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുറ്റിവട്ടം ആയുർവേദ ആശുപത്രിയിൽ വയോജനങ്ങൾക്ക് സൗജന്യമായി ആയുർവേദ മരുന്നുകൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അരക്കണമെങ്കിൽ മിക്സി ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ആ നിലയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ജീവിത ശൈലിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാറ്റം. പണ്ടൊക്കെ വെള്ളം കോരുന്ന തൊട്ടിയിൽ വെള്ളം കോരുമായിരുന്നു. ഇന്ന് ആ വെള്ളം കോരുന്നത് അത് മോട്ടോർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജീവിതശൈലിയിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ രോഗങ്ങളുടെ എല്ലാ പ്രധാന കാരണങ്ങളിലുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഇന്ന് എക്സർസൈസ് ചെയ്യാറുണ്ട്, വളരെ കൂടുതൽ ആളുകൾ. ഈ എക്സർസൈസ് എല്ലാം നമ്മളൊന്ന് നിശബ്ദമായി പരിശോധിച്ചാൽ പഴയ കാലത്ത് വീട്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ഈ എക്സർസൈസുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. കൈകൾ നിർത്തി മുടക്കുകയും ചെയ്യുന്ന ആളുകൾ, കാലുകളുടെ എക്സർസൈസ് ആണെങ്കിലും ഇതൊക്കെ ജീവിതത്തിൽ പഴയ കാലഘട്ടത്തിൽ നമ്മൾ മുൻപേ പോയൊരു തലമുറ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഡോക്ടറുടെ ഒരു നിർദ്ദേശം ഉണ്ടായത് നമ്മൾ മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ എന്തായാലും സർക്കാരിൻ്റെ പൈസയാണ്, ഫ്രീ ആയി കൊടുക്കേണ്ടതാണ്. പിന്നെ ഡോക്ടർക്ക് എന്ത് കാര്യം ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കേണ്ടത് എന്ന നിലയിൽ ഡോക്ടറെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു കാലഘട്ടം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ കൊച്ചൊറ്റയിൽ സലീം, ആർ കെ കിഴക്കടം, രഞ്ജിത്ത്, സുധീന, ജാസ്മിൻ വേലിശ്ശേരി, സൗമ്യ, നജുമ, അനിൽകുമാർ, HMC അംഗങ്ങളായ തങ്ങൾകുഞ്ഞ്, വെറ്റമുക്ക് സോമൻ, യൂസഫ് കുഞ്ഞ്, കണ്ണമത്ത് നൈസ, ഷമീർ പുതുക്കുളം എന്നിവർ പങ്കെടുത്തു. നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുന്ന മെഡിസിൻസ് അതൊരു ആവശ്യത്തിനുള്ള രോഗപ്രതിരോധത്തിനോ രോഗനിവാരണത്തിനോ ഉള്ളതാണ് എന്ന അർത്ഥത്തിൽ മാത്രം അത് ഉപയോഗിക്കുവാനും ഇത് ഉപയോഗിച്ച് പുതിയ രോഗങ്ങളിലേക്ക് പോകാതിരിക്കുവാനുമുള്ള ഒരു ശ്രദ്ധയാണ് നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. ആയുർവേദം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.